ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചേമ്പിൻ കിഴങ്ങ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 2 കറികളാണ്. ഒന്ന് ചേമ്പ് കൊണ്ടൊരു കറിയാണ്, ഇനിയൊന്ന് ചേമ്പിൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ചേമ്പ് തോലെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് 1.5 സ്പൂൺ മല്ലിപ്പൊടി വറുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വറുത്തത് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വറുത്ത ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച ശേഷം മാറ്റി വെച്ചേക്കാം. ഒരു ചട്ടിയിൽ ഞാനിപ്പോൾ 2 പിടി ചേമ്പിൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു ചെറിയ സവാള അരിഞ്ഞത് എന്നിവ എടുത്തിട്ടുണ്ട്. ഇവയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ രുചികരമായൊരു കറിയാണ്. പുളിയെല്ലാം അവരവരുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കറി നല്ല തിളച്ച് കിഴങ്ങ് വെന്താലുടൻ ഇറക്കാം. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിയ ശേഷം ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് വറുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കറിയുടെ സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഈ ചേമ്പിൻ കിഴങ്ങ് കറി തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ രുചികരമായ ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇനി നമുക്ക് ചേമ്പിൻ ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളിലുള്ള വെള്ളമെല്ലാം പൂർണ്ണമായി മാറ്റിയ ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചേമ്പെല്ലാം പകുതി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിനാൽ നമ്മുടെ ഫ്രൈക്ക് നല്ലൊരു മണമാണ് കിട്ടുന്നത്. നല്ല മണവും രുചിയും ഏറും. നമ്മുടെ ചേമ്പിൻ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.